നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ടു ഇന്റർ മയാമി. കഴിഞ്ഞ ദിവസം മുതൽ വാർത്തകൾ വളരെ സജീവമാണ്. വീണ്ടും MSN കാണാൻ കഴിഞ്ഞേക്കും ഏതാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിനുള്ള സാധ്യതയുണ്ട്. മയാമിക്ക് താല്പര്യമുണ്ട്. അവർ താരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൂക്കാസ് മൂസെറ്റി ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇന്റർ മയാമിക്ക് നെയ്മർ ജൂനിയറിൽ താല്പര്യമുണ്ട്. MSN ട്രയോ റീയുണൈറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. മെസ്സി, സുവാരസ്, നെയ്മർ ഒരുമിച്ച് കളിക്കണമെന്ന് ഇന്റർ മയാമി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് നെയ്മർ ജൂനിയറുടെ കൂടെയുള്ളവരും നെയ്മർ ജൂനിയറും ഒക്കെ വിചാരിക്കുന്നത് നിലവിൽ ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടതില്ല എന്നാണ്. അതായത് ഭാവിയിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ഒന്നും നടക്കുന്നില്ല. നെയ്മറിൻ്റെ കറണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ റിക്കവറിയിലാണ്. ഇന്റർ മയാമിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളൊരു പോസിബിലിറ്റിയാണ്. കാരണം അദ്ദേഹത്തിന് മെസ്സിയും സുവാരസും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണുള്ളത്. പക്ഷേ അത് ലേറ്റർ സ്റ്റേജിലായിരിക്കും, കരിയറിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലായിരിക്കും അദ്ദേഹം പരിഗണിക്കുക. നോട്ട് നൗ എന്നാണ് ഇപ്പോൾ ലൂക്കാസ് മൂസെറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് മയാമിക്ക് നെയ്മറിൽ താല്പര്യമുണ്ട്. അതേസമയം നെയ്മർ ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പിനായിട്ടുള്ള പ്രിപ്പറേഷൻ അത് ഫിസിക്കലി റിക്കവർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സാൻഡോസിൽ തുടരാൻ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ അദ്ദേഹം മയാമിയിലേക്ക് മൂവ് ചെയ്തേക്കും എന്നാണ് മൂസെറ്റിയുടെ റിപ്പോർട്ട്. അപ്പോൾ ഈ ഭാവിയിൽ മൂവ് ചെയ്യുക, ലേറ്റർ സ്റ്റേജിൽ മൂവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും മെസ്സിയും സുവാരസും ഒക്കെ കളിക്കുന്നുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അവർക്കിപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ മയാമി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. സോ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, മയാമിക്ക് താല്പര്യമുണ്ട് നെയ്മറെ കൊണ്ടുപോകാൻ. അപ്പോൾ മെസ്സിയും സുവാരസും അവിടെ ഉള്ളതുകൊണ്ട് ഈ നീക്കം അടുത്ത ജനുവരിയിൽ തന്നെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീണ്ടും എത്താം.